നമ്മളൊരു ഇൻറ്റീരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് സ്റ്റോറേജ്. പലപ്പോഴും നമ്മൾ ഇൻറ്റീരിയർ സ്പേസ് പ്ലാനിങ് ഡിസൈനിങ് കംപ്ലീറ്റ്ലി കഴിഞ്ഞ ശേഷമായിരിക്കും സാധനങ്ങൾ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റോറേജ് നമ്മൾ നിർബന്ധമായിട്ടും കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. പ്ലാനിങ്ങിലെ നമ്മൾക്ക് ഓരോ സ്റ്റോറേജ് സ്പേസും വാർഡ്രോബ്സ് ആയാലും സൈഡ് ടേബിൾസ് ആണെങ്കിലും വർക്കിംഗ് സ്പേസ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ലൈറ്റിംഗ് ആണ്. ഇൻറ്റീരിയർ ലൈറ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സീലിങ്ങിൽ ഒരു ലൈറ്റോ അല്ലെങ്കിൽ പ്രൊഫൈൽ കട്ട് ചെയ്ത് പ്രൊഫൈൽ ലാമ്പ് കൊടുക്കുക എന്നുള്ളതല്ല ഇൻറ്റീരിയർ ലൈറ്റിംഗ്. ഇൻറ്റീരിയർ ലെയർ ലൈറ്റിംഗ് ആണ്. സീലിംഗ് ലൈറ്റ്സ് വേണം, വാൾ ലൈറ്റ്സ് വേണം, മൂഡ് ലൈറ്റ്സ് വേണം. ഇതെല്ലാം നമ്മൾ ആ ഒരു പ്ലാനിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡോണ്ട് കോപ്പി പിൻട്രസ്റ്റ് ഡയറക്റ്റ്ലി. നമ്മളൊരു പിൻട്രസ്റ്റിൽ നിന്ന് ഒരു ഇമേജ് ഒരു ഡിസൈൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഡയറക്റ്റ്ലി നമ്മളെ സ്പേസിലേക്ക് അപ്ലൈ ചെയ്യാൻ ഒരിക്കലും പോസിബിൾ അല്ല. കാരണം ഓരോ സ്പേസിനും ഓരോ ലേ ഔട്ടാണ്, ഓരോ സൈസാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ പിൻട്രസ്റ്റിൽ ഡൗൺലോഡ് ചെയ്ത ഡിസൈൻ അതിൻ്റെ ഇൻസ്പയർഡ് വെർഷൻസ് നമ്മളെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ നമ്മളെ സ്പേസിൽ നമുക്കത് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു സ്പേസിന് പറ്റിയ രീതിയിൽ ആ ഒരു റെഫറൻസോട് കൂടി നമ്മൾ ഇൻറ്റീരിയർ ആദ്യം ഡിസൈൻ ചെയ്ത ശേഷം ദെൻ അത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈൻ ഇൻസ്പയർഡ് വെർഷനിലേക്ക് നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക.